നമസ്കാരം, സക്സസ് ലാബിലേക്ക് സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാതെ ആരും ഈ വീഡിയോ കാണാൻ വരരുത്. കാരണം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ ഈ വീഡിയോ റാൻഡം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ സംസാരത്തിൽ റാൻഡം പിക്ക് കുറേ വരുന്നുണ്ട്, സോറി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ വീഡിയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഈ സെക്കൻഡ് വീഡിയോ കാണാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിയോഗിക്കപ്പെട്ട ആളുകൾ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കുറേ പേര് കേൾക്കുന്നു, ചിലപ്പോൾ നിങ്ങളെന്നെ വിളിക്കും, അപ്പോൾ നിങ്ങൾ ഹീലിംഗ് മെത്തേഡ്സ് എടുക്കും, നിങ്ങളത് പ്രാർത്ഥിക്കും, അത് നിങ്ങൾ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ളൊരു നിയോഗമുണ്ട്. നിങ്ങൾക്ക് ദൈവം ഒരവസരം തന്നിട്ടുണ്ട്, നിങ്ങളത് ഹീൽ ചെയ്യപ്പെടണം, നിങ്ങളുടെ എല്ലാ ഏരിയാസും ഹീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവണമെന്നുള്ള ആ ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാനായിട്ട് റെഡി ആവുക. ഇത് കൺമുമ്പിൽ കൂടെ പോയാൽ പോലും ഈ ഹീലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്യപ്പെടാനോ ശ്രമിക്കാൻ പോലുമുള്ള തോട്ട് പ്രോസസ്സ് കിട്ടാത്ത ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്. അതിലൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫേസ് ചെയ്തതാണ്. ഒരു ലേഡി, അതിൻ്റെ ഹസ്ബൻഡ് അതിനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അത് ജെനുവിനായിട്ട് തന്നെയാണ് അത് പറയുന്നത്. അതിന് ജെനുവിനായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് നമുക്കറിയാം ആ ആളുകളെ, നമുക്കറിയാം ആ ഹസ്ബൻഡിനെയും വൈഫിനെയൊക്കെ എനിക്കറിയാം. ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുന്ന കാര്യം അയാൾ അത്ര മോശം ആളല്ല, പക്ഷേ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ലേഡീസ് വിഷയത്തിൽ കുറച്ച് പ്രശ്നമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലൊക്കെ വന്ന് പെടാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വൈഫ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അവർ ഭയങ്കരമായിട്ട് ഡൗണായി, അവരൊരു വല്ലാത്ത സ്റ്റേജിൽ, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ പാർട്ട്ണർ നമ്മൾ ചീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ തകർന്നു പോകും. അവർ അങ്ങനെ കുറേ കാര്യങ്ങൾ കൈയോടെ പിടികൂടി, അങ്ങനെ ലൈഫ് മെസ്സാണ്. ഇപ്പോൾ 2 മക്കളുണ്ട്. 2 മക്കളുള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിലുള്ള ലേഡിയാണ്. അവരുടെ ഫാമിലിയിലൊന്നും കയറി ചെല്ലുന്നതിനോടൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. അങ്ങനെ അവിടെ സ്റ്റെക്കൊന്നുമല്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് അതൊക്കെ വിട്ടിട്ട് പോകാം. പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഹസ്ബൻഡുമായിട്ട് 2 മക്കളും ഭയങ്കര ക്ലോസ് ആണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർ സ്റ്റേറ്റസിൽ ഇങ്ങനെ ടോക്സിസിറ്റി ഉള്ള കുറേ സ്റ്റേറ്റസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ഡെയിലി വൈസ്. ഇതെല്ലാം സത്യത്തിൽ ആളോടുള്ള ആൻസറാണ്, ആളോടുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെയാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റേറ്റസിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റസിൽ ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ആൾക്കൊപ്പം തന്നെ എല്ലാവരും കാണുകയാണ്. അവരുടെ എന്താ പറയുക, ചുറ്റുപാടുമുള്ള എല്ലാവരും ഇത് കാണുകയാണ്. എല്ലാവർക്കും കാര്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും. അവർ ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഇങ്ങനെയുള്ള സ്റ്റോറീസ് മാത്രമേ അവർ ഇടാറുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും ഇത് ഇവരുടെ ഫാമിലി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു റിപ്ലൈ മെസ്സേജ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഹായ്, ക്യാൻ യു കോൾ മീ എന്ന് ചോദിച്ചു. അപ്പോൾ മലയാളിയല്ല. അപ്പോൾ അവർ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാൻ പോകുന്നത് എന്താ പറയുക, ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തുടക്കത്തിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ഇങ്ങനെ ചോദിച്ചു. എനിക്കറിയാം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, ഇങ്ങനെ ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ സ്റ്റേറ്റസ് ഇട്ട് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെയല്ലേ പറയാൻ പോകുന്നതെന്നാണ് തുടക്കത്തിൽ തന്നെ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറയാനല്ലേ എന്നെ വിളിച്ചത്. അല്ലെങ്കിൽ എനിക്ക് അതിന് കുറച്ച് ഹീലിംഗ് മെത്തേഡ് പറഞ്ഞു തന്നിട്ട് അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എൻ്റെ ഭർത്താവായിട്ട് ഹീൽ ചെയ്യപ്പെട്ട് എനിക്ക് ആളുമായിട്ട് പഴയതുപോലെ സ്നേഹത്തിലാകാനായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരാൾ നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു, അവർ വേറെ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലായി, ഇനി അയാളായിട്ട് ഇങ്ങനെ ഹീൽ ചെയ്യണം ആവശ്യമില്ല. അങ്ങനെ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരാളുമായിട്ട് എന്തിനു ഹീൽ ചെയ്യണം, ഒരിക്കലും ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഹീൽ ചെയ്ത് ആ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്ന് പഴയ ആളായി ഫോർഗീവ് കൊടുത്ത് അതിനു വേണ്ടി നിങ്ങൾ ഹീലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ട. കാരണം നിങ്ങളെ അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാൾ തിരിച്ചു വന്നിട്ട് എന്തിനാ?
അപ്പോൾ അത് വേണ്ട. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും എനിക്കിങ്ങനെ വീഡിയോയിൽ വന്ന് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അതായത് അയാൾ എന്തിനും നിങ്ങളെ ചതിച്ചു. അതിപ്പോൾ ഇതൊന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പിലും നിങ്ങളൊരാളെ ചതിക്കുന്നുണ്ടെങ്കിലോ വേറൊരാൾ നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിലോ അതിനൊക്കെ കുറേ കാരണങ്ങളുണ്ടാവും. അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹീലിംഗ് ഇത്രയും നിർബന്ധമായിട്ട് പറയുന്നത്. ബിക്കോസ് ഇവരുടെ പാസ്റ്റ്, അതായത് പ്രീവിയസ് ബർത്തിൽ ഇവർ ഇത് ചെയ്തിട്ടുണ്ടാവും, ഇവരുടെ ഹസ്ബൻഡിനോട് ഇവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കർമ്മ ഇവർക്ക് ഈ ലൈഫിൽ വന്ന് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ആ സെയിം ആളുടെ പെയിൻ മുഴുവനും ഇവർ ഗോ ത്രൂ ചെയ്യണം. അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, ആ സെയിം പാറ്റേൺ അവിടെ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ നടന്നിട്ടുണ്ടാവും. ആ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഈ ലൈഫിലും വരികയാണ്. ഇത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ലൈഫിലും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും ഹീലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ആവശ്യകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലേഡിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ കുറച്ച് പ്രേയേഴ്സ് അയച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പായിട്ട്, പ്രേയേഴ്സിന് മുമ്പായിട്ട് ഞാൻ അവരോട് പറഞ്ഞത് കുറച്ച് വീഡിയോസ് ഞാൻ അയച്ചു തരാം. ഈ വീഡിയോസ് ഒന്ന് കാണും. ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഒരുപാട്, കാരണം അവർ ഹിന്ദിയാണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുടെ ലാംഗ്വേജ്. അപ്പോൾ ഞാൻ ഹിന്ദി പറയുന്ന ലോങ് വീഡിയോസ് ഉള്ള എന്താ പറയുക, ഓരോരുത്തരുടെ ലൈഫിൽ അവരനുഭവിക്കുന്ന, അവർ ഗോത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയുന്ന വീഡിയോസ് ഞാൻ അവർക്ക്, അത് എന്തുകൊണ്ട് നിങ്ങളിത് ഫേസ് ചെയ്യുന്നു, നിങ്ങൾ ഇനി ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 after 1 നമുക്ക് ഓരോ വീഡിയോസിന് പുറകെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഒരു വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി അടുത്തതിന് വേണ്ടിയിട്ട് അവർ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചെടുത്തോളും. അപ്പോൾ ഇത് അയച്ചു കൊടുത്ത് അവർ ആ വീഡിയോ കണ്ട് കുറച്ച് കഴിഞ്ഞോട്ട് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നതെന്ന്. ബിക്കോസ് മേ ബി എൻ്റെ ഹസ്ബൻഡ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ മെൻ്റലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഒരു കാര്യം എൻ്റെ തലയിൽ ആ സമയത്ത് വന്നത്, ഇതിനെല്ലാം ഒരു നിയോഗം വേണം അല്ലേ? നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നവരെ അത് ഞാൻ ഹീൽ ചെയ്യുന്നില്ല, ഞാൻ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ അനുഭവിച്ചോളാം, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്കത് ശരിയാക്കി എടുക്കാൻ പറ്റൂല അല്ലേ? അപ്പോൾ അതുകൊണ്ട് എഗെയിൻ പറയുന്നു, മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവം നിങ്ങൾക്ക് ആ അനുഗ്രഹം തന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പാത്തിലേക്ക് വരില്ല. നിങ്ങളെ ദൈവം അതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഒരു ലേഡി, അവർ ഭയങ്കര നോളജബിളാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവം ആഗ്രഹിപ്പിക്കുകയാണ്, നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ തലയിലോട്ട് അത് ദൈവം കൊണ്ടുതരുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ആഗ്രഹിച്ച് നടപ്പിലാക്കി എടുക്കും. പക്ഷെ അതിനൊക്കെ ആ പ്രേയേഴ്സ് എല്ലാം ആ പ്രോപ്പർ ചാനലിൽ കൂടെ നിങ്ങൾ ട്യൂൺ ചെയ്താൽ മാത്രമേ അത് ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നടക്കില്ല. അത് ആ ആഗ്രഹങ്ങൾ അവിടെ നിൽക്കും, പിന്നെ അത് മാഞ്ഞു പോകും. കാരണം നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്തില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുത്തില്ല. അപ്പോൾ അത് ആ ലക്കം കൂടെ പോകും. അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ ലൈഫിൽ എന്തായാലും വന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ലൈഫിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ മോശം കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മൾ പിന്നെ അത് നടത്താതെ നമ്മൾ എസ്കേപ്പായി പോയിട്ട് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ദൈവമേ നമ്മളത് നടത്താത്തത് നന്നായി പോയി, ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നതിനെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരും എൻ്റെ മുമ്പിലുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം, നിയോഗമില്ലാത്ത ആർക്കും ഹീൽ ചെയ്യപ്പെടാൻ പറ്റൂല, ഹീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റൂല. ഈ ഹീലിംഗ് മെത്തേഡ്സ് എല്ലാം നിങ്ങളുടെ പാർട്ട്ണറിനോ, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ബോസിന് വേണ്ടിയിട്ടോ, നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഏത് ഏരിയാസിലും നിങ്ങൾക്ക് ഈ ഹീലിംഗ് മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഹീലിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൾ ചെയ്യാം. ഞാൻ എൻ്റെ എല്ലാ എക്സ്പീരിയൻസിൽ കൂടിയും പോയ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും ഹീൽ ചെയ്യപ്പെട്ടതെന്നും ഏത് ഏരിയാസിലാണ് വേണ്ടതെന്നും എല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഇതെൻ്റെ ഫാമിലിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ്.
അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്നോ എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ എന്താ പറയുക, ഉണ്ടായ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റും. അതിന് എൻ്റെ ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ ക്ഷമയോടുകൂടി കേട്ട എല്ലാവരോടും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് 2 വീഡിയോ, ഈ 3ാമത്തെ വീഡിയോ കാണുമ്പോൾ 2 വീഡിയോയും കണ്ടിട്ടുള്ളവർ മാത്രമേ 3ാമത്തെ വീഡിയോ കാണാവുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക, പ്രേയേഴ്സും അഫർമേഷൻസും ടെക്നിക്സും എല്ലാം ഞാൻ പതുക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും.